ഹലോ ഫ്രണ്ട്സ്, നീണ്ട കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ആപ്പിൾ അവരുടെ പുതിയ ലൈനപ്പ് M3 Mac Pro എല്ലാം ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. എന്തെല്ലാമാണ് നമുക്ക് ഈ M3 MacBook Proയിൽ വന്നിരിക്കുന്ന ഫീച്ചേഴ്സ് എന്നെല്ലാം നോക്കാം. അതുപോലെ ഇപ്പോൾ നിങ്ങൾ M1 M2 എല്ലാം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്യേണ്ടത് ആവശ്യമുണ്ടോ? ഇതിനെക്കുറിച്ചെല്ലാം നമുക്കൊന്ന് നോക്കാം. വളരെ ഷോർട്ടായ ഒരു ആപ്പിൾ ഇവന്റിലൂടെയാണ് ഈ പുതിയ MacBook Pro എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ നമ്മൾ വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഇവന്റ് ഇത് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് iPhone 15 Pro Max എന്ന മൊബൈൽ യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഇത് റെക്കോർഡ് ചെയ്തിട്ടെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെല്ലാം ഫീച്ചറാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക ബേസ് മോഡൽ M3, അതുപോലെ മിഡിൽ മോഡൽ എന്ന് പറയുന്നത് M3 Pro, അതുപോലെ അഡ്വാൻസ്ഡ് മോഡലായി ഇവിടെ M3 Max എന്ന ഈ ഒരു ചിപ്സെറ്റ് എല്ലാമാണ് ഇപ്പോൾ ആപ്പിൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് ഇതിന്റെ കോൺഫിഗറേഷൻ എല്ലാം നോക്കുകയാണെങ്കിൽ 8 കോർ CPU 10 കോർ GPU എല്ലാം വച്ചാണ് M3 സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ M3 Pro സ്റ്റാർട്ട് ചെയ്യുന്നത് 12 കോർ CPU അതുപോലെ 18 കോർ GPU എല്ലാം യൂസ് ചെയ്താണ്. അതുപോലെ നമുക്ക് ഇവിടെ 36 GB യൂണിഫൈഡ് മെമ്മറി എല്ലാം കാണാൻ സാധിക്കും. നിങ്ങൾ ഇത് ബേസ് മോഡിലേക്ക് നോക്കുകയാണെങ്കിൽ 24 GB യൂണിഫൈഡ് മെമ്മറി എല്ലാമാണ് കിട്ടുന്നത്. അതുപോലെ ഏറ്റവും എഫിഷ്യന്റ് ആയ മെഷീനിൽ നമുക്ക് ഇത് കാണാൻ സാധിക്കുക 16 കോർ CPU അതുപോലെ 40 കോർ GPU എല്ലാമാണ്. അതുപോലെ ഇതിന്റെ യൂണിഫൈഡ് മെമ്മറി എന്ന് പറയുന്നത് 128 GB എല്ലാമാണ്. അപ്പോൾ ഈ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഇതിന്റെ പ്രൈസിലും കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിന്റെ പ്രൈസിംഗ് എല്ലാം എങ്ങനെയാണ് വരുന്നത് എന്ന് ആദ്യമായി നോക്കാം. ഇവിടെ നിങ്ങൾക്ക് 14 ഇഞ്ച് അതുപോലെ 16 ഇഞ്ചോട് കൂടിയുള്ള സൈസിലെല്ലാമാണ് ഈ MacBook Pro എല്ലാം ഇപ്പോൾ ലഭിക്കുന്നത്. ഇവിടെ നിങ്ങൾ 14 ഇഞ്ചിൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് M3 ചിപ്പ് അതുപോലെ M3 Pro, M3 Pro Max ഇവയെല്ലാം യൂസ് ചെയ്തുള്ള ഡിഫറെന്റ് കോൺഫിഗറേഷനിലുള്ള പ്രൊഡക്ട്സ് എല്ലാം പർച്ചേസ് ചെയ്യാം. സ്റ്റാർട്ടിംഗ് റേഞ്ചിൽ നമുക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നത് 1,69,900 രൂപയ്ക്കാണ്. അതായത് 512 GB SSDയോട് കൂടി 8 കോർ CPU 10 കോർ GPU എല്ലാം വച്ചാണ് ഈ M3 ചിപ്സെറ്റോട് കൂടിയ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഈ ഒരു പ്രൈസിൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കുക. ഇനി നിങ്ങൾക്ക് ഇതേ കോൺഫിഗറേഷൻ ഇത് 1 TBയിലേക്ക് പോകുമ്പോൾ ഈ ഒരു എമൗണ്ട് ഡിഫറൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ M3 Pro എല്ലാം നോക്കുകയാണെങ്കിൽ M3 Pro സ്റ്റാർട്ട് ചെയ്യുന്നത് 1,99,900 രൂപയ്ക്കാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്ന ഈ M3 Pro ഇതിന്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ കോൺഫിഗറേഷൻ ചേഞ്ചസ് എല്ലാം വരുന്ന മോഡലിന് ഇവിടെ വന്നിരിക്കുന്നത് 2,39,900 റുപ്പീസ് എല്ലാമാണ്. ഇവിടെ നമുക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് 12 കോർ CPU അതുപോലെ 18 കോർ GPU 1 TB SSD സ്റ്റോറേജ് എല്ലാമാണ്. അതുപോലെ നിങ്ങൾക്ക് 14 ഇഞ്ച് MacBook Pro ഇത് M3 Max ചിപ്സെറ്റ് എല്ലാം യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത് 3,19,900 റുപ്പീസ് ആണ്. അപ്പോൾ ഇത്തരത്തിലാണ് ഇവിടെ നമുക്ക് ഈ ഒരു പ്രൈസിംഗ് എല്ലാം കാണാൻ സാധിക്കുക. ഇനി നമുക്ക് ആപ്പിളിന്റെ ടോപ്പ് ലൈനപ്പിലേക്ക് പോകുമ്പോൾ 16 ഇഞ്ച് MacBook Proയിലേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് ലഭിക്കുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് M3 Pro അതുപോലെ M3 Max എല്ലാമാണ്. ഇത്തരത്തിൽ നമുക്ക് M3 Pro 16 ഇഞ്ച് MacBook Proന്റെ പ്രൈസ് വന്നിരിക്കുന്നത് 2,49,900 റുപ്പീസ് എല്ലാമാണ്. അതുപോലെ ഇതിന്റെ കുറച്ചുകൂടി കോൺഫിഗറേഷൻ എല്ലാം കൂടിയ മോഡലിന് ഇതിന് നിങ്ങൾക്ക് 2,89,900 റുപ്പീസ് എല്ലാമാണ് വരിക. അതുപോലെ ഏറ്റവും ടോപ്പ് എഫിഷ്യന്റ് മോഡൽസിന് ഇതിന് വരുന്ന സ്റ്റാർട്ടിംഗ് റേഞ്ചിൽ വരുന്നത് 3,49,900 എല്ലാമാണ്. ഇവിടെ നമുക്ക് ലഭിക്കുക 14 കോർ CPU അതുപോലെ 30 കോർ GPU 36 GB യൂണിഫൈഡ് മെമ്മറി എല്ലാമാണ്. ഏറ്റവും ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ലഭിക്കുന്നത് ഏകദേശം 4 lakhന് അടുത്തുള്ള പ്രൈസിലാണ് ഈ ഒരു MacBook Pro നമുക്ക് വാങ്ങാൻ സാധിക്കുക. ഗ്രാഫിക്സിന്റെ കാര്യത്തിലെല്ലാം പഴയ ചിപ്സെറ്റ് എല്ലാം യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പെർഫോമൻസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതായത് 16 MacBook Pro ഇത് നമ്മൾ M1 Max 3 ഇതുമായി കമ്പയർ ചെയ്യുമ്പോൾ 2.5x ഫാസ്റ്റർ റെൻഡറിംഗ് എല്ലാം കാണാൻ സാധിക്കുമെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ പെർഫോമൻസിന്റെ കാര്യത്തിലും ഹാർഡ്വെയറിന്റെ എല്ലാം പെർഫോമൻസിന്റെ കാര്യത്തിലെല്ലാം വളരെ നല്ല അപ്ഗ്രേഡാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 16 MacBook Pro ഇത് നമ്മൾ M1 Maxുമായി കമ്പയർ ചെയ്യുമ്പോൾ 80% ഫാസ്റ്റർ CPU ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
ഇത്തരത്തിൽ നമുക്ക് പഴയ മാക്ബുക്ക് പ്രോയെ അപേക്ഷിച്ചെല്ലാം ഒരുപാട് അഡ്വാൻസ്ഡ് ആയ സ്പീഡ് അതുപോലെ നല്ല പെർഫോമൻസ് എല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് എല്ലാം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഇവിടെ നമുക്ക് മാക്ബുക്ക് പ്രോയുടെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് 22 അവേഴ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് M3 ചിപ്പോട് കൂടിയ ബേസ് മോഡലിൽ നമുക്ക് 22 അവേഴ്സ് എല്ലാമാണ് ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നത്. എന്നാൽ 14 ഇഞ്ച് മാക്ബുക്ക് പ്രോയിൽ M3 പ്രോ അതുപോലെ M3 മാക്സ് ഇതെല്ലാം യൂസ് ചെയ്യുന്ന ചിപ്സെറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക 18 അവേഴ്സ് എല്ലാം ബാറ്ററി ബാക്കപ്പ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ചിലുള്ള മാക്ബുക്ക് പ്രോയിൽ ലഭിക്കുന്ന ബാറ്ററി ബാക്കപ്പ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ മാക്ബുക്ക് പ്രോ 16 ഇഞ്ച് ഇതിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് സെയിം ബാറ്ററി ബാക്കപ്പ് എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ സ്റ്റാർട്ടിംഗ് റേഞ്ചിലുള്ള M3 യൂസ് ചെയ്ത് കിട്ടുന്ന അതേ ബാറ്ററി ബാക്കപ്പ് നമുക്ക് ഇവിടെ 16 ഇഞ്ചിലേക്ക് പോകുമ്പോൾ കിട്ടുന്നുണ്ട്. അതുപോലെ ഇതിന്റെ ഡിസ്പ്ലേയെ കുറിച്ചെല്ലാം ഇവിടെ ആപ്പിൾ കൊടുത്തിരിക്കുന്നത് ഏറ്റവും നല്ല ബെസ്റ്റ് ഡിസ്പ്ലേ എവർ ഇൻ എ ലാപ്ടോപ്പ് എന്നാണ്. മാക്ബുക്ക് ഇറക്കിയതിൽ ഏറ്റവും കൂടുതൽ ബാറ്ററി ബാക്കപ്പ് എല്ലാം ലഭിക്കുന്ന ഒരു മാക്ബുക്ക് പ്രോ ആയിരിക്കും ഇപ്പോൾ നമുക്ക് ലഭിക്കുക. അതായത് വീഡിയോ പ്ലേബാക്ക് നമുക്ക് 22 അവേഴ്സ് അതുപോലെ നമുക്ക് വയർലെസ് വെബ് ബ്രൗസിംഗ് 15 അവേഴ്സ് എല്ലാമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പോട് കൂടി തന്നെയാണ് ഈ പുതിയ നാനോ ചിപ്പ് എല്ലാം വെച്ചുള്ള ഈ പുതിയ മാക്ബുക്ക് പ്രോസ് എല്ലാം വരുന്നത്. ഇനി നമുക്ക് ഈ കളറിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ സ്പേസ് ഗ്രേ അതുപോലെ സിൽവർ എല്ലാമാണ് നമുക്ക് M3 ചിപ്പോട് കൂടി വരുന്ന ഈ മാക്ബുക്കിൽ ലഭിക്കുന്നത്. ഇനി നിങ്ങൾ പ്രോ മോഡൽ എല്ലാം നോക്കുകയാണെങ്കിൽ അതായത് M3 പ്രോ M3 മാക്സ് ഇതിലേക്കെല്ലാം പോകുമ്പോൾ നിങ്ങൾക്ക് സ്പേസ് ബ്ലാക്ക് എന്ന കളർ കൂടി ലഭിക്കും. അപ്പോൾ ഇത് കുറച്ച് ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരുപാട് പേർക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കളറായിരിക്കും സ്പേസ് ബ്ലാക്ക് എന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ M3 പ്രോ അല്ലെങ്കിൽ M3 മാക്സ് എല്ലാം നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടതായി വരും. ബേസ് മോഡലിൽ നമുക്ക് ഈ ഒരു കളർ ലഭിക്കുന്നില്ല. നിങ്ങൾ നിലവിൽ M1 അല്ലെങ്കിൽ M2 ചിപ്സെറ്റ് എല്ലാം യൂസ് ചെയ്തുള്ള മാക്ബുക്ക് പ്രോ എല്ലാമാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ടതായൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് നല്ല പെർഫോമൻസ് എല്ലാം നിങ്ങളുടെ M1 അല്ലെങ്കിൽ M2 ചിപ്സെറ്റ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്ന ഡിവൈസിൽ തന്നെ ലഭിക്കും. അതിനാൽ തന്നെ അത്രയും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെസിഫിക് ആയ നീഡ്സ് എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഇത് അപ്ഗ്രേഡ് ചെയ്യാം. എന്താണ് നിങ്ങൾക്ക് ആപ്പിളിന്റെ M3 ലൈനപ്പിനെ കുറിച്ചുള്ള അഭിപ്രായം? ഇത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ ലോഞ്ച് ചെയ്തിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റിംഗ് ആയി തോന്നിയ പുതിയ മാക്ബുക്ക് പ്രോ അത് ഏതാണ്? ഇത് കൂടി നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്